നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദേശ മദ്യശാലകൾ തുറക്കുകയും സ്കൂളുകൾ അടച്ചുപൂട്ടുകയും ചെയ്യുന്ന സർക്കാർ നയം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് പ്രൊഫസർ സാറ ജോസഫ്. നാട്ടിക ബീച്ചിൽ നിയന്ത്രണം വിട്ട ബൈക്ക് തെന്നിമറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് വിതരണം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. വിദേശ മദ്യശാലകൾ തുറക്കുകയും സ്കൂളുകൾ അടച്ചുപൂട്ടുകയും ചെയ്യുന്ന സർക്കാർ നയം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് പ്രൊഫസർ സാറ ജോസഫ്. വലപ്പാട് ആനവിഴുങ്ങിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റിനെതിരെ ബിവറേജ് വിരുദ്ധ ജനകീയ മുന്നണി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. റവന്യൂ വരുമാനത്തിന്റെ പ്രധാന ഘടകം മദ്യം എന്ന നിലയിലാണ് അതത് സർക്കാരുകൾ വിദേശ മദ്യശാലകൾക്കും ബാറുകൾക്കും അനുകൂലമായി നിൽക്കുന്നത്. കുട്ടികളുടെയും സ്ത്രീകളുടെയും ജീവിത സുരക്ഷ നമ്മുടെ സുബോധത്തിലാണെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാകണമെന്നും സാറ ജോസഫ് പറഞ്ഞു. ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നീക്കുക എന്നുള്ളത് പഞ്ചായത്ത് അധികൃതർ ചെയ്തിരിക്കേണ്ട കാര്യമാണ്. അതിനാൽ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ സംഭവം ഇവിടെ നിന്ന് എടുത്തു കളയണം എന്നുള്ളത് നമ്മുടെ ഒരു അഭ്യർത്ഥനയൊന്നുമല്ല. നമ്മൾ അഭ്യർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങൾ ആവശ്യപ്പെടാനേ പാടുള്ളൂ. നമ്മുടെ ഭാഷ തന്നെ അഭ്യർത്ഥിക്ക് വിനീതമായി താഴ്ന്നത് ജനങ്ങൾക്ക് പ്രഷർ പറ്റുന്ന അവിടെയാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കാണാൻ പോയി ഉടനെ ജനങ്ങളുടെ ഭാഷ മാറും. ഞങ്ങൾ താഴ് കേണം അപേക്ഷിക്കുന്നു. നമ്മളാണ് അധികാരികൾ എന്ന് വരുമ്പോൾ താഴ് കേണം അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളാണ് തീരുമാനിക്കുന്നത് ആര് ഭരിക്കണം എന്നുള്ളത്. 5 കൊല്ലം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം നമുക്കുണ്ട് എങ്കിൽ നാം അവരോട് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. പഞ്ചായത്തിന് മുമ്പിലേക്ക് ഈ സമരം പോകണം. പഞ്ചായത്തിന്റെ അവിടെ പോവുകയും പഞ്ചായത്ത് പറ്റുമെങ്കിൽ ആ രീതിയിലുള്ള ഒരു വളരുന്ന സമരമാക്കി ഇതിനെ മാറ്റിയെടുക്കുകയും ഇതിവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള പരിപാടികൾ കൊണ്ടുവരികയും ചെയ്യുക. എല്ലാ മദ്യഷാപ്പിനെതിരായിട്ടുള്ള സമരവും ഞാനൊരു എത്രയോ എണ്ണം, എനിക്ക് എണ്ണമൊന്നും പറയാനോ. വർക്കിംഗ് ചെയർമാൻ മുഹമ്മദ് ആനവിഴുങ്ങി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുജ ആന്റണി മുഖ്യ പ്രഭാഷണം നടത്തി. KCBC മദ്യവിരുദ്ധ സമിതി അതിരൂപത പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട്, വിവേകാനന്ദ സേവാ കേന്ദ്രം പ്രസിഡന്റ് NS പ്രജീഷ്, ദേശീയപാത ആക്ഷൻ കൗൺസിൽ സെക്രട്ടറി CK ശിവദാസൻ, തമ്പി കളത്തിൽ തുടങ്ങിയവരും സംസാരിച്ചു. നാട്ടിക ബീച്ചിൽ നിയന്ത്രണം വിട്ട ബൈക്ക് തെന്നിമറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം അയനിച്ചോട് സ്വദേശി നീരുകിട്ടി രാധാകൃഷ്ണന്റെ മകൻ 19 വയസ്സുള്ള കണ്ണൻ എന്ന അക്ഷയ് കൃഷ്ണയാണ് മരിച്ചത്. തൃപ്പയാർ CAD സെന്ററിൽ ഗ്രാഫിക് ഡിസൈനിംഗ് വിദ്യാർത്ഥിയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിനടുത്ത് തീരദേശ റോഡിലാണ് അപകടം നടന്നത്. വീട്ടിൽ നിന്നും ബൈക്കിൽ തൃപ്പയാറിലേക്ക് വരുന്നതിനിടെ അക്ഷയ് കൃഷ്ണ സഞ്ചരിച്ച ബൈക്ക് തെന്നിമറിയുകയായിരുന്നു. റോഡിൽ തലയടിച്ച് വീണ വിദ്യാർത്ഥിയെ നാട്ടുകാരും തൃപ്പയാർ റോഡ് സുരക്ഷാ ജാഗ്രതാ സമിതി പ്രവർത്തകരും ചേർന്ന് തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എതിരെ വന്ന സ്വകാര്യ ബസിന്റെ പുറകുവശം ബൈക്കിൽ തട്ടിയതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികളായ ഒരാൾ പറഞ്ഞു. ഇതേ തുടർന്ന് കിരൺ എന്ന സ്വകാര്യ ബസ് വലപ്പാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. +2 കഴിഞ്ഞ് ഈ വർഷമാണ് അക്ഷയ് കൃഷ്ണ ഗ്രാഫിക് ഡിസൈനിംഗ് കോഴ്സിന് ചേർന്നത്. തളിക്കുളം ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് വിതരണം നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി റിലീഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇത്തരമൊരു പ്രവർത്തനം തളിക്കുളം പഞ്ചായത്തിൽ മാത്രമല്ല മുസ്ലിം ലീഗ് നടത്തുന്നത്. എവിടെയൊക്കെ ലീഗുണ്ടോ, എവിടെയൊക്കെ ലീഗ് പ്രവർത്തകരുണ്ടോ, എവിടെയൊക്കെയോ ലീഗിൻ്റെ പച്ച പതാകയുണ്ടോ അവിടെയൊക്കെ പരിശുദ്ധ റമദാനിൽ വിശേഷിച്ചും ഇത്തരം റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. മുസ്ലിം ലീഗ് എന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുന്ന, പഞ്ചായത്താകട്ടെ നിയമസഭയാകട്ടെ ലോകസഭയാകട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ ജനവിധി തേടുന്ന, സ്വന്തമായൊരു കൊടിയുള്ള പേരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ നിരവധിയുണ്ട് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്ത്. അവരും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരാണ്, സ്ഥാനാർത്ഥികളെ നിർത്തുന്നവരാണ്, ജനാധിപത്യത്തിൽ ജനങ്ങളുടെ പിന്തുണ തേടുന്നതിന് വേണ്ടി അഹോരാത്രം പാടുപെടുന്നവരാണ്. തൊട്ട് മുമ്പാണ് ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയത്. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭരണമാറ്റം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. 5 വർഷം ഐക്യ ജനാധിപത്യ മുന്നണിയാണ്
ഭരിച്ചതെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. റിലീഫ് സെൽ ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുബൈർ ഹുദവി റംസാൻ പ്രഭാഷണം നടത്തി. ASM അസ്ഗർ അലി, PK ഷാഹുൽ ഹമീദ്, CK അഷ്റഫ് അലി എന്നിവരും സംസാരിച്ചു. 1500ഓളം കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തത്. ക്യാൻസർ, കിഡ്നി രോഗികൾക്ക് ഡയാലിസിസിനുള്ള ധനസഹായ വിതരണം, യതീംഖാനയിലെ കുട്ടികൾക്കും വിധവകൾക്കും പെരുന്നാൾ വസ്ത്രം, തൊഴിലുപകരണങ്ങൾ എന്നിവയും റിലീഫ് സെൽ വിതരണം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ നക്ഷത്ര ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ നേന്ത്രകൃഷി വിളവെടുത്തു. മാവുമളവ് പരിസരത്ത് നടന്ന യോഗം എടത്തിരുത്തി കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. വാഴപ്പഴം അതുപോലെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ള യാതൊരു സംശയമില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തേക്ക് ഈ നിങ്ങളുടെ കൂട്ടായ സംരംഭം. അതുപോലെ തന്നെ നമ്മൾ പുതിയ കൃഷി വകുപ്പിൻ്റെ പുതിയ അജണ്ടയായിട്ടുള്ള കരനെൽ കൃഷി, അതും നമ്മൾ ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യം എടത്തിരുത്തി പഞ്ചായത്തിൽ ചെയ്യുന്നത്. ഒരു 10 ഹെക്ടർ സ്ഥലത്ത് നമ്മൾ പുതിയ ടാർഗറ്റ് വെച്ച് സമയം വൈകിയെങ്കിൽ പോലും എല്ലാവരും തയ്യാറായി 10 ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് അടുത്ത കൊല്ലം കൃത്യസമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള മറ്റ് സാങ്കേതിക സംവിധാനത്തോടുകൂടി വിപുലമായ രീതിയിൽ വീണ്ടും വ്യാപിപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു അജണ്ടയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഈ നേന്ത്രവാഴ കൃഷിയൊക്കെ നമ്മുടെ ഈ പൂഴി പ്രദേശത്ത് വളർത്തിയെടുത്ത് വലുതാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. വാർഡ് മെമ്പർ ശ്രീദേവി ദിനേശ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം AK ജമാൽ, വനജ പ്രദീപ്, ഉഷ സുദീപ്, ജമീല ഖാദർ, EV ശങ്കരനാരായണൻ തുടങ്ങിയവരും സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ വ്യവസായ വികസന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ MSME അസിസ്റ്റന്റ് ഡയറക്ടർ KC ജോൺസൺ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മീഡിയം മാനുഫാക്ചറിംഗ്, അതുപോലെ തന്നെ മൈക്രോ സർവീസസ്, സ്മോൾ സർവീസസ് ആൻഡ് മീഡിയം സർവീസസ്. അപ്പോൾ ഇവയെ നമ്മൾ നിർവചിക്കുന്നത് 2006 പാർലമെൻറ്റിൽ വന്നിട്ടുള്ള ആക്ട് പ്രകാരം നമുക്കൊരു സംരംഭം തുടങ്ങണമെങ്കിൽ 4 ഫാക്ടേഴ്സ് അതിൽ ആവശ്യമുണ്ട്. ഒന്ന് ലാൻഡ്, പിന്നെ ലേബർ, പിന്നെ ക്യാപിറ്റൽ, പിന്നെ ഓർഗനൈസേഷൻ. ഇതിൽ ഈ 3ാമത്തെ ഫാക്ടർ, അതായത് ക്യാപിറ്റൽ അല്ലെങ്കിൽ മെഷീനറീസ്, ഇവയുടെ തോതനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 25 ലക്ഷം രൂപ വരെ മുതൽ മുടക്കുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മുതൽ മുടക്കുള്ള ഒരു യൂണിറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ മൈക്രോ യൂണിറ്റ്, മൈക്രോ മാനുഫാക്ചറിംഗ് സംരംഭം എന്ന് പറയുന്നത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PA സുധീർ, ബിന്ദു ലോഹിതാക്ഷൻ, KK സതീശൻ, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് AR രവീന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി CM പ്രേമാനന്ദൻ തുടങ്ങിയവരും സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് തല ലഹരി വിരുദ്ധ ദിനാചരണവും വിദ്യാലയങ്ങൾക്കുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണവും നടത്തി. പെരിഞ്ഞനം RMVH സ്കൂളിൽ നടന്ന ചടങ്ങിൽ പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA സുധീർ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് സാനു M പരമേശ്വരൻ, മതിലകം അഡീഷണൽ SI സേവ്യർ, പ്രധാനാധ്യാപകൻ KR രാമനാഥൻ, ബിഞ്ചു C ജേക്കബ്, TK ഷൗക്കത്ത് അലി, PR ജയബാലൻ, നഫീസത്തുൽ മിസ്രിയ തുടങ്ങിയവരും സംസാരിച്ചു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികളിൽ തന്നെയാണ്. നമ്മളിപ്പോൾ പത്രം എടുത്ത് നോക്കിയാലും TV ചാനലിലാണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒരു 15-40 വയസ്സിന് ഇടയിലുള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് തീരദേശ മേഖലയിലും ഇത് വളരെയധികം ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ചെറിയ ചെറിയ സൂചനകൾ കിട്ടിയിട്ട് ഞങ്ങൾ അത് അനുസരിച്ച് എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ വളരെയധികം ഇപ്പോൾ ഏത് മുക്കിലും മൂലയും ചെന്നാലും ലഹരി മരുന്നിൻ്റെ വാസനയാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഉപയോഗിക്കാത്തവർക്ക് ഇതിൻ്റെ വാസന വേഗം നമുക്ക് അറിയാൻ പറ്റും. എന്തുപയോഗിച്ചാലും അത് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ക്ലാസ്. ഇടവേള.